തോമസ് അപ്പച്ചന്റെയും കുട്ടികളുടെയും കഥയാണ് ഇത്തവണ സ്മാർട്ട് കിഡ്സിൽ. മറവി രോഗിയാകാൻ ശ്രമിക്കുന്ന ഒരു അപ്പച്ചന്റെ ഓർമ്മകളാണ് ഈ കഥയിൽ. നീണ്ടു നിവർന്നു കിടക്കുന്ന മെയിൻ റോഡിലേക്ക് കണ്ണും നട്ട് ജനലഴികളിൽ ചാരി ഒരേ ഒരു ഇരിപ്പാണ് തോമസ് അപ്പച്ചൻ. അയാളുടെ 3 ആൺമക്കളും കുടുംബസമേതം വിദേശത്താണ്. 4 വർഷങ്ങൾക്ക് മുമ്പ് പ്രിയതമ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ശേഷം അപ്പച്ചൻ മക്കൾക്ക് ഭാരമായി തീരുന്നുവെന്ന തോന്നലിൽ നിന്നായിരിക്കണം അദ്ദേഹം വൃദ്ധസദനത്തിലേക്ക് പറിച്ചു നടപ്പെട്ടത്. അൾസിമേഴ്സ് രോഗികൾക്ക് വേണ്ടിയുള്ള ഈ വൃദ്ധസദനത്തിലെത്തിയിട്ട് ഏകദേശം 4 വർഷമാകുന്നു. വിരുന്നുകാരായോ വിവരമന്വേഷിക്കുന്നവരായോ അദ്ദേഹത്തെ കാണാൻ ഇന്നുവരെ ആരും വന്നിട്ടില്ല. അവിടെയുള്ള പല അന്തേവാസികളുടെ അവസ്ഥയും ഇതുതന്നെ. കാരണമായി മക്കളും മരുമക്കളും ഒക്കെ പറയുന്നത് അവരുടെ ഓർമ്മ തകരാറെന്ന അൾസിമേഴ്സ് രോഗം തന്നെ. ആരെയും തിരിച്ചറിയാൻ സാധിക്കാതെ പ്രായമെത്തിയവരുടെ അവശേഷിക്കുന്ന ഓർമ്മകളെ കൂടി മരവിപ്പിച്ച് കളയുന്ന ജീവിത യാഥാർത്ഥ്യമാണിത്. പക്ഷേ തൻ്റെ മറവികളിൽ തപ്പിച്ചികഞ്ഞ് എന്തെല്ലാമോ ഓർമ്മകളെ പെറുക്കിക്കൂട്ടുന്നതിൻ്റെ ഭാവഭേദങ്ങൾ തോമസ് അപ്പച്ചൻ്റെ മുഖത്തു നിന്നും വായിച്ചെടുക്കാം. അയാളുടെ കണ്ണുകൾ ഇടയ്ക്കിടെ നിറഞ്ഞൊഴുകുന്നുമുണ്ട്. തോമസ് അപ്പച്ചൻ്റെ പതിവില്ലാത്ത ഭാവമാറ്റങ്ങൾ കണ്ട് സിസ്റ്റേഴ്സ് കാര്യങ്ങൾ തിരക്കി. അന്നുവരെ അധികം ആരോടും സംസാരിക്കാതെ മൗനിയായി കഴിഞ്ഞിരുന്ന അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. സിസ്റ്റമ്മേ, ഈ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുമ്പോൾ എന്നെക്കുറിച്ച് എൻ്റെ മക്കൾ പറഞ്ഞതൊന്നും സത്യമല്ലായിരുന്നു. വാസ്തവത്തിൽ അൾസിമേഴ്സ് എന്ന ഓമനപ്പേരിൽ നിങ്ങൾ വിളിക്കുന്ന മറവി രോഗം എനിക്കില്ല. മക്കളുടെ ഭാവിയെയും സുഖത്തെയും പ്രതി ഒരു മറവി രോഗിയായി അഭിനയിക്കേണ്ടി വന്നു. വിദേശത്തുള്ള മൂത്ത മകൻ പെൻഷൻ പറ്റി നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ എന്നെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന വ്യവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് രാവിലെ മകൻ എന്നെ കാണാൻ വന്നത് തിരികെ കൂട്ടാനാവുമെന്ന് ഞാൻ വെറുതെ ആശിച്ചു. ബാക്കിയുണ്ടായിരുന്ന സ്ഥലത്തിൻ്റെ കൂടെ തീരെഴുതി മേടിക്കാൻ വന്നതാണ് അവൻ. തോമസ് അപ്പച്ചൻ്റെ കഥ കേട്ട സിസ്റ്ററമ്മയുടെ മിഴികൾ നിറഞ്ഞു. തൻ്റെ മക്കളെക്കുറിച്ചോ കഴിഞ്ഞ കാലത്തെക്കുറിച്ചോ ഓർമ്മയൊന്നുമില്ലാത്തവനെ പോലെ ഇന്നലെ വരെ കണ്ട അപ്പച്ചൻ്റെ ഭാവപ്പകർച്ച കണ്ട് അവരും പകച്ചുപോയി. സിസ്റ്ററമ്മേ, എന്നോട് ക്ഷമിക്കണം. ഇനിയും ഈ സദനത്തിൽ ഒരു രോഗിയായി കഴിയാനുള്ള യോഗ്യത എനിക്കില്ല. തന്നെയുമല്ല, ദൈവം തന്ന ഈ ശരീരത്തിൽ അല്പം കൂടി ആരോഗ്യം ശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അധ്വാനിച്ച് ജീവിക്കണം. ഒരാഗ്രഹം മാത്രം ബാക്കിയാക്കിയാണ് ഞാൻ പടിയിറങ്ങുന്നത്. 3 ആൺമക്കൾക്കും കൂടി 5 പേരക്കുട്ടികളുണ്ട്. ഇന്നുവരെയും നേരിൽ കാണാനോ ഒന്ന് ഓമനിക്കാനോ കഴിഞ്ഞിട്ടില്ല. എന്നെങ്കിലും അവരെ കണ്ടുമുട്ടാൻ കഴിഞ്ഞാൽ ഇങ്ങനെയൊരു വല്യപ്പച്ചൻ അവരെ കാത്തു കഴിഞ്ഞിരുന്നുവെന്ന് പറയണം. വർഷങ്ങളായി തോമസ് അപ്പച്ചൻ എഴുതി സൂക്ഷിക്കാറുണ്ടായിരുന്ന ഓർമ്മക്കുറിപ്പുകളിൽ അവസാനത്തെ അധ്യായമായി എഴുതി ചേർത്ത വരികളാണിവ. ഇനി എല്ലാം മറക്കാൻ ശ്രമിക്കുന്ന ഒരു മറവി രോഗിയാകാൻ ഞാൻ കൊതിക്കുന്നു. വല്യപ്പച്ചൻ്റെ ചരമവാർഷിക ദിനത്തിൽ കാരുണ്യം ഭവനിലേക്ക് ഭക്ഷണവുമായി എത്തിയ കൊച്ചുമക്കൾക്ക് നേരെ സിസ്റ്റർ നീട്ടിയ ആ ഡയറി കുറിപ്പുകൾ കണ്ട് അവരുടെ തൊണ്ടയിടറി. ഒരായുസ് മുഴുവൻ മക്കൾക്കു വേണ്ടി ജീവിച്ചിട്ടും ഒരനാഥനെ പോലെ മരിക്കേണ്ടി വന്ന ഒരു വല്യപ്പച്ചൻ്റെ കൊച്ചുമക്കളാണ് തങ്ങളെന്നറിഞ്ഞപ്പോൾ ലജ്ജ കൊണ്ട് അവരുടെ ശിരസ്സുകൾ താണു.